തരൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് രണ്ടാം തവണയും ജനവിധി തേടുകയാണ് പി സുമോദ് MLA. കഴിഞ്ഞ തവണ 25,000-അടുത്ത് വോട്ടുകൾക്കാണ് അദ്ദേഹത്തെ തരൂരിലെ ജനത നിയമസഭയിലേക്ക് അയച്ചത്. പിന്നീട് നിരവധി പ്രോജക്റ്റുകൾ പദ്ധതികളൊക്കെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പദ്ധതികളുടെ ആത്മവിശ്വാസത്തിലാണ് രണ്ടാം തവണയും അദ്ദേഹം ജനവിധി തേടുന്നത്. എന്തായാലും അദ്ദേഹമാണ് നമ്മളോടൊപ്പമുള്ളത്. പ്രതീക്ഷകളെക്കുറിച്ചൊക്കെ അദ്ദേഹം തന്നെ നമുക്ക് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ചോദിച്ച് അറിയാം. ഇത്തവണത്തെ പ്രതീക്ഷകളാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. ഇത്തവണ ഈ അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് വിജയിച്ചതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കും. സംസ്ഥാനത്താകെയുള്ള ഇടതുപക്ഷ മുന്നേറ്റത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന മണ്ഡലമാണ് തരൂർ അസംബ്ലി മണ്ഡലം. ഈ പ്രതിപക്ഷ പാർട്ടികളുടെയൊക്കെ ആരോപണങ്ങളൊക്കെ എങ്ങനെ നേരിടും? അല്ല, ആരോപണങ്ങൾ ഒന്നും അവർക്ക് പറയാൻ ഈ മണ്ഡലത്തിൽ പൊതുവിലില്ല. കഴിഞ്ഞ ഒരു 15 വർഷം 10 വർഷക്കാലം മുൻ മന്ത്രിയും MLAയുമായിരുന്ന ശ്രീ സഖാവ് AK ബാലനും കഴിഞ്ഞ 5 വർഷം MLA ആയിരുന്ന ഞാനുമെല്ലാം ഈ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികൾ വന്നു. വ്യവസായ പാർക്ക്, അതോടൊപ്പം തന്നെ വിവിധ റോഡുകൾ, ഇങ്ങനെ തുടങ്ങി പാലങ്ങൾ തുടങ്ങി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ്, സ്കൂൾ കെട്ടിടങ്ങൾ എല്ലാം ഇവിടെ വന്നത്. അപ്പോൾ തീർച്ചയായും അത് ജനങ്ങൾക്കറിയാമെന്നതാണ് പറയാനുള്ള കാര്യം. ഇനി എങ്ങനെയാണ് പ്രചരണം മുന്നോട്ട് പോകുന്നത്? കാരണം തുടങ്ങിയുള്ളൂ, വളരെ കുറച്ച് സമയമുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് സമയം കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ ആവശ്യമായ പ്രചരണ പരിപാടികൾ അസംബ്ലി കമ്മിറ്റി പ്ലാൻ ചെയ്തു. ഇന്ന് കുത്തന്നൂരാണ്, ഉച്ചയ്ക്ക് ശേഷം തരൂർ പഞ്ചായത്ത്, നാളെ അസംബ്ലി കൺവെൻഷൻ തുടങ്ങി എല്ലാ രാവിലെ ഒരു 7:30 മണി മുതൽ രാത്രി ഒരു 9 മണി വരെ വിവിധ രൂപത്തിലേക്കുള്ള ജനസമ്പർക്കങ്ങളാണ് നടന്നു വരുന്നത്. ചൂടും കാലാവസ്ഥയൊക്കെ പ്രശ്നമാവും? ഇല്ല, കുഴപ്പമില്ല. ഇത് നമ്മൾ പിന്നെ ശീലിച്ചത് ചൂടാണ്. അപ്പോൾ അത് ആ നിലയിൽ തന്നെ അത് മറികടന്നു പോകും. അപ്പോൾ എല്ലാവിധ വിജയ ആശംസകളും. താങ്ക് യു. തരൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും ക്യാമറാമാൻ മഹേഷ് പാലക്കാടിനൊപ്പം സന്തോഷ് സാർ.